പ്രകൃതി സുന്ദരമായ കേരളത്തിന്റെ ഏറ്റവും പ്രകൃതി രമണീയമായ സൗന്ദര്യമാണ് പത്തനംതിട്ട ജില്ല. കുന്നും മലയും കാടും പൂവും ആറും പുഴയും കളകളം പാടുന്ന കിളികളും വനപ്രദേശങ്ങളിൽ നടന്നു നീങ്ങുന്ന വന്യമൃഗങ്ങളും മനം മയക്കുന്ന സുന്ദരമായ താഴ്വരകളും എവിടെയും ശാന്തിയുടെ ശബ്ദങ്ങൾ കാറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ശരണമന്ത്രങ്ങളുടെയും പള്ളിമണികളുടെയും ബാങ്ക് വിളികളുടെയും നാട്, ആർക്കും തകർക്കാൻ കഴിയാത്ത ഒത്തൊരുമയുടെ നാട്, പേരുകേട്ട പ്രശസ്തരായവർക്ക് ജന്മം നൽകിയ നാട്, ശുദ്ധവായുവിന്റെയും ശുദ്ധജലത്തിന്റെയും നാടാണ് പത്തനംതിട്ട ജില്ല. കേരളത്തിലെ 13ാമത്തെ റവന്യൂ ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ട രൂപീകൃതമായത് 1982 നവംബർ 1-ാം തീയതിയാണ്. പത്തനംതിട്ടയെക്കുറിച്ച് പറയുമ്പോൾ വടക്ക് ഭാഗത്ത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളി താലൂക്കും, ഇടുക്കി ജില്ലയുടെ പീരുമേട് താലൂക്കും, കിഴക്ക് ഭാഗത്ത് തമിഴ്നാട് സംസ്ഥാനവും, തെക്കുഭാഗത്ത് കുന്നത്തൂരും പത്തനാപുരവും, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കും, പടിഞ്ഞാറ് ചെങ്ങന്നൂരും മാവേലിക്കരയും, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കും അങ്ങനെ ചുറ്റപ്പെട്ടു കിടക്കുന്നു പത്തനംതിട്ട. പത്തനംതിട്ടയിൽ നിന്നും കടലുകൾക്കപ്പുറം പവിഴദ്വീപായ ബഹ്റൈനെ സ്നേഹിച്ച ഒരു കൂട്ടം പത്തനംതിട്ടക്കാരുണ്ടായിരുന്നു. അതായിരുന്നു പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ, മുഴുവൻ പത്തനംതിട്ടക്കാരുടെയും സംഘടന. പത്തനംതിട്ടയിലുള്ള മുഴുവൻ പ്രവാസികൾക്കും വേണ്ടി 2020 ജനുവരി മാസമാണ് ഇത് രൂപീകൃതമായത്. പത്തനംതിട്ട പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമപരിപാലനത്തിനും വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപം നൽകിയ സംഘടന. കൂട്ടായിട്ടുള്ള ഓരോരോ പ്രവർത്തനങ്ങളും ഒരുപാട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശ്വാസം നൽകാൻ കഴിഞ്ഞുവെന്നുള്ളതാണ് ഏറ്റവും അഭിമാനം നൽകുന്ന കാര്യം. കഴിഞ്ഞ കോവിഡ് മഹാരോഗം ലോകം മുഴുവൻ പടർന്നു പിടിച്ച സമയത്ത് വേദനയുടെ മുൾമുനയിൽ നിന്നവർക്ക് ആശ്വാസം പകരുവാൻ പത്തനംതിട്ട അസോസിയേഷൻ